ഒക്ടോബർ 31 ആയിരുന്നല്ലോ ഗൈസ് എൻ്റെ ബർത്ത്ഡേ. സോ ബർത്ത്ഡേ ജേർണലിങ്ങും ഹലോവിൻ ജേർണലിങ്ങും ഒക്കെ വെള്ളത്തിലായി. നവംബർ ആയാലെന്താ, നമുക്ക് ഹലോവിൻ ജേർണലിങ് ചെയ്യാതിരിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഈ കവായ സ്റ്റിക്കർ കിട്ടിയ അന്ന് തൊട്ടുള്ള മോഹമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ജേർണലിങ്ങും ഹാലോവിൻ ജേർണലിങ്ങും ഓട്ടം സീസൺ ജേർണലിങ്ങും അങ്ങനെ കുറേ ജേർണൽ ഐഡിയാസ് തപ്പി പിടിക്കൽ. ഈ ഹാലോവിൻ്റെയും ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ടുള്ള ഓരോരോ ഷീറ്റ് ഇതിലുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഒരു ഷീറ്റിൽ അതിന് വേണ്ടി മാത്രമേ ഉള്ളത്. അതുപോലെയായിരുന്നു ഹാലോവീനും. അപ്പോൾ എനിക്ക് 31 തന്നെ ഹാലോവിൻ്റെ ജേർണലിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേസ്. പക്ഷേ ബർത്ത്ഡേ തിരക്കുകളൊക്കെ കാരണം അന്ന് എനിക്ക് രണ്ടും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. എന്തായാലും സാരില്ല, ഇപ്പം നമുക്ക് ചെയ്യാം. എന്നാലും നമുക്ക് ഹാലോവിന് പോലും വേണ്ട, അതിന് ഉള്ള സ്റ്റിക്കർ വരെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷീറ്റിൽ. സോ ഒരു പംകിനിൽ തന്നെ അങ്ങ് തുടക്കം കുറിച്ചു. പിന്നെ ഗോസ്റ്റായി, ഒരു കരടിക്കുട്ടൻ്റെ പംകിനായി, പിന്നെ ദേ ഒരു വിച്ച് ആണെന്ന് തോന്നുന്നു, മന്ത്രവാദി. ഹലോവിനായ ഒരു മന്ത്രവാദി ഓർ വിച്ച്, അത് മസ്റ്റ് ഹാവ് ആണല്ലോ. അതിനിടയിൽ നിങ്ങൾ കാണാതെ പോയൊരു അപാര ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. കുറേ സ്റ്റാറൊക്കെ ദേ ചിന്നിച്ചിതറി വന്നിട്ടുള്ളത് കണ്ടു. അത് വന്ന വഴി നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞ് വീണ്ടും ദേ വേറൊരു ട്രാൻസിഷൻ. ഇത് ഞാൻ തന്നെ പറയാം, നല്ല അന്തസ്സായിട്ട് കോളായിട്ടുണ്ട് ഗൈസ്. ഹലോവിൻ സ്പെഷ്യൽ ഒരു സ്പൂക്കി സ്റ്റോറിയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശരി, സബ്സ്ക്രൈബ് മറക്കണ്ട.